ചേട്ടന്മാരെ ഈ ബേപ്പൂർ കോട്ട പിടിക്കാനുള്ള ആലോചന ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും റിയാസെ ജയിക്കും കേട്ടാ ബേപ്പൂർ. ഓൺലി റീൽസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാന്നല്ലാണ്ട് വ്യക്തമായി ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന നിലപാടുകൾ പറയുന്നില്ല. റിയാസ് ജയിച്ച MLA ആയതും മന്ത്രി ആയതും ഒക്കെ എന്താ റീൽസ് ആണോ? ചാലിയ ഹാർബറിലേക്ക് നിങ്ങൾ പോവുക, 10 വർഷം കൂടുമ്പോ ഓരോ ഫ്ലക്സ് വരും, 20 കോടി 30 കോടി എന്ന് പറയും. അവര് ഫ്ലെക്സ് വെച്ച് വികസനം പറയുന്നു, നിങ്ങൾ ഫ്ലെക്സ് വെച്ച് തമ്മിൽ തല്ലുന്നു. എന്താണ് വികസനം? ഒരു വികസനമില്ല. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ. PV അൻവറാണ് സ്ഥാനാർത്ഥി. അൻവർ തോറ്റിരിക്കും. തീർച്ചയായും ജയിക്കും ഇവിടെ. അൻവർ ജയിച്ചാലേ പിന്നെ നിങ്ങൾക്ക് ബാധ്യതയാവും. ഒരിക്കലും ഇല്ല. നിലപാടാണ്. നിലപാടിന്റെ രാജോപാനം നോയിട്ടേ നിലമ്പൂര് നിങ്ങൾക്കെതിരല്ലേ മത്സരിച്ച? പിണറായിസത്തിനും മരുമോനിസത്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ചേട്ടാ പിണറായിസോ മരുമോനിസോ ഒന്നും അല്ല, വികസനമാണ് നോക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28,000 ഭൂരിപക്ഷം ഉണ്ടായ ഈ മണ്ഡലത്തിൽ 1000 ഭൂരിപക്ഷത്തിൽ എത്താനുള്ള കാരണം എന്താ? നിങ്ങൾ പറയുന്ന വികസനമാണോ? BJPക്ക് നല്ല സ്ഥാനാർത്ഥിയാണല്ലോ. BJPയും CPM-ഉം തമ്മിൽ ഒരു ഡീൽ ഇവിടെ ഉറപ്പിച്ചു എന്നുള്ള ഒരു ചെറിയൊരു വാർത്ത ഇവിടെ പുറത്തു വരുന്നു. നിങ്ങൾ നിങ്ങളെ പാർട്ടിയിൽ മുഴുവൻ തമ്മിൽ തല്ലാണ് കേട്ടാ. ചുമ്മാ മീഡിയാസിനെ പറഞ്ഞല്ലോ. G. സുധാകരൻ, TK ഗോവിന്ദൻ, മറ്റേ CPI-ന്റെ CC മുകുന്ദൻ, ഇതൊക്കെ എവിടെ തമ്മിൽ തല്ലിട്ടാ പോയത്? കോൺഗ്രസിനെ തമ്മിൽ തല്ലും പറയുന്നത് നടക്കാണ്. കോഴിക്കോട് 13 നിയമസഭയിൽ 11 LDF. ഇത്തവണ LDF ഒരിക്കലല്ല. നിങ്ങൾ ഷുവർ സീറ്റ് എന്ന് പറയുന്ന ഒരുപാട് സീറ്റുകൾ നിങ്ങൾ പോകും. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് കാണണം കേട്ടോ. UDF ഞാൻ എവിടെ കാണും നമുക്ക് നോക്കാം. നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ വന്ന് പൊക്കിയിരിക്കും. നിങ്ങൾ എവിടെ ഉള്ളത് അവിടെ വന്ന് നിങ്ങളെ പൊക്കും ഞങ്ങള്. സ്വപ്നങ്ങളെ റിയലാക്കിയ റിയാസ് മൊത്തം റീൽസ് എന്നാ പ്രതിപക്ഷം പറയണേ. നമ്മള് സ്വപ്നം കാണുന്ന സാധനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് റിയാസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ ആ MLA തോക്കും. റിയാസ് വൻപിച്ച ഭൂരിപക്ഷത്തോട് കൂടി ബേപ്പൂരിൽ ജയിക്കും. ബേപ്പൂരിന്റെ LDF കോട്ടയൊക്കെ തകരും. ബേപ്പൂർ LDF-ലെ എന്നും ഒപ്പം നിർത്തിയിട്ടുള്ള ജനങ്ങളാണുള്ളത്. അല്ല PV അൻവർ ഇത്തവണ ജയിക്കും. അയാൾ ജയിക്കുന്നത് പറയണ്ടല്ലോ, അയാൾ പാർട്ടി ഏതാണ്? PV അൻവർ ഇത്തവണ ബേപ്പൂർ മത്സരിക്കുന്നത് UDF-ന്റെ പിന്തുണയോടെയാണ്. അതിന്റെ ഗുണം അൻവറിന് കിട്ടും. നിലമ്പൂരേക്ക് വണ്ടി കയറി പോണ്ടി വരും. BJPക്ക് നല്ല സ്ഥാനാർത്ഥിയാണല്ലോ. പ്രകാശ് ബാബു എന്ന് പറഞ്ഞ അവരെ ജില്ലാ സെക്രട്ടറിനെ കൊണ്ടുവന്ന് നിർത്തിയത്. BJP-യുടെ വോട്ടൊക്കെ വളർന്നു വരിക. BJP വളർന്നു പടവലം താഴോട്ട് വളരുക. അതേമാതിരിയാണ് BJP താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്ക് മുഴുവൻ തിരിച്ചടി ആയിരുന്നേ. BJP കുറച്ച് കോൺഗ്രസ് വോട്ട് മറച്ചിട്ടുള്ള ആ നാടകമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ശബരിമല വിഷയം നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചടിക്കുമെന്ന് കാണാനല്ല. ആൾക്കാർ മാത്രമല്ലോ ആൾക്കാരുണ്ടല്ലോ. കോച്ചിനെ കൊണ്ടുവന്നതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്നവരെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് അകത്തായതൊക്കെ നിങ്ങളെ പാർട്ടിക്കാരല്ലേ? അകത്താക്കിയതാരാ? ബേപ്പൂർ ഇടതുപക്ഷം ചിലപ്പോ മൂന്നാമതായി പോയാലോ. കൃത്യമായിട്ട് ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. ബേപ്പൂരിൽ LDF-ന് തിരിച്ചടി കിട്ടും. നമുക്ക് നോക്കാതെ അൻവറൊക്കെ 2 കൽപ്പിച്ച് ഇറങ്ങിക്ക. നമുക്ക് നോക്കാം. ചേട്ടാ BJPക്ക് വോട്ട് കഴിക്കാൻ വന്നതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രകാശ് ജിയാണ്. അല്ല നിങ്ങള് ബേപ്പൂര് ബേപ്പൂരൊക്കെ BJP ജയിക്കും കേട്ടാ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. അല്ല ഇത്തവണ മുഹമ്മദ് റിയാസ് ജയിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വികസനം നിങ്ങൾ കാണിച്ചു തരും. ഇവിടെ വികസനമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ വീണ്ടും LDF ജയിക്കണേ. ആകെ വികസനം എന്ന് പറയാനുള്ളത് ഇവിടെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിതതാണ്. അത് നരേന്ദ്രമോദിയുടെ സംഭാവനയാണ്. കേന്ദ്രം മാത്രമാണോ ഇതൊക്കെ ചെയ്തേ? ഇതൊക്കെ കേരളവും കൂടെ ചേർന്ന് ചെയ്തല്ലേ? കുറഞ്ഞ സമയം കഴിഞ്ഞ ബാക്കി മുഴുവൻ LDF ആണ് ഇവിടെ MLA ആയിട്ടുള്ളത്. 2 തവണ മന്ത്രിമാരുണ്ടായി, ഒരു വികസനം ഉണ്ടായില്ല. ചേട്ടാ നിങ്ങൾ ഇത്തവണ 3-ാം സ്ഥാനത്താവും. 9,000 വോട്ടുള്ളവർക്ക് BJP ഇന്ന് 28,000 വോട്ടിലെത്തി. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ PV അൻവർ 2 കൽപ്പിച്ച നോക്കിയോ. സ്വന്തം നാട്ടുകാർക്ക് വേണ്ട. അൻവർ നിൽക്കുന്നത് UDF-ന്റെ പിന്തുണയോടുകൂടിയാ. UDF-ന്റെ പിന്തുണ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഈ പ്രാവശ്യം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് പ്രകാശിനെ പറ്റി നല്ല ബോധമുണ്ട്. ഇയാള് BJPക്ക് വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യൂലേ നമുക്ക് നോക്കാം.